തന്ത്രി കണ്ഠര് രാജീവരോടുള്ള സംസ്ഥാന സർക്കാരിന്റെ പക തുടങ്ങിയത് ശബരിമല യുവതീ പ്രവേശന വിഷയം മുതൽ. ആചാരലംഘനം സ്ഥിരീകരിച്ച ശബരിമലയിൽ തന്ത്രി കണ്ഠര് രാജീവർ ശുദ്ധികലശം നടത്തിയത് സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ചൊടിപ്പിച്ചിരുന്നു. ബോർഡിന്റെ ജീവനക്കാരൻ മാത്രമാണ് തന്ത്രിയെന്നും സുപ്രീം കോടതി വിധി അംഗീകരിച്ചില്ലെങ്കിൽ തന്ത്രി സ്ഥാനമൊഴിയണമെന്നും വരെ പിണറായി അന്ന് വിമർശിച്ചിരുന്നു. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ നയങ്ങൾക്കെതിരെ നിലപാടെടുത്ത വ്യക്തിയായിരുന്നു തന്ത്രി കണ്ഠര് രാജീവർ. ആചാരലംഘനം സ്ഥിരീകരിച്ച ശബരിമലയിൽ തന്ത്രിയുടെ നേതൃത്വത്തിൽ ശുദ്ധികലശവും നടത്തി. ഇത് സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ചൊടിപ്പിച്ചു. അന്നു മുതൽ തുടങ്ങിയതാണ് തന്ത്രിയോടുള്ള മുഖ്യമന്ത്രിയുടെ പക. സുപ്രീംകോടതി വിധി അംഗീകരിച്ചില്ലെങ്കിൽ തന്ത്രി സ്ഥാനമൊഴിയണമെന്നും ക്ഷേത്രം പൊതു ഇടമാണെന്നും തന്ത്രിമാർ ബോർഡിന്റെ ജീവനക്കാർ മാത്രമാണെന്നുമായിരുന്നു പിണറായിയുടെ അന്നത്തെ പ്രതികരണം. അദ്ദേഹം പറയാണ്, ഞാനിത് അടച്ചിട്ട് കളയുന്നു, ശബരിമല അടച്ചിട്ട് കളയുന്നു. ശബരിമല അടക്കലും തുറക്കലും തന്ത്രിയുടെ അവകാശത്തിൽപ്പെട്ടതല്ല. ശബരിമല തന്ത്രിയുടേതായ സ്വത്തല്ല. ശബരിമല അടക്കമുള്ള ഇത്തരം ദേവാലയങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്വത്താണ്. ഇത് മനസ്സിലാക്കിയാൽ നല്ലത്. തന്ത്രിക്ക് മുണ്ടിന്റെ കോന്തലയിൽ കെട്ടിയിരിക്കുന്ന താക്കോൽ വലിയ അധികാരസ്ഥാനമാണെന്ന് തന്ത്രിമാർ കരുതരുതെന്ന് പത്തനംതിട്ടയിൽ 2019 നടന്ന CPM രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പിണറായി പ്രസംഗിച്ചു. തന്ത്രിയെ ശബരിമലയിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കങ്ങളും സർക്കാർ തലത്തിൽ നടത്തി. വ്യാപക പ്രതിഷേധമുണ്ടായതിനെ തുടർന്നാണ് ഈ നീക്കം ഉപേക്ഷിച്ചത്. അന്നത്തെ ദേവസ്വം അംഗം KP ശങ്കരദാസ്, ദേവസ്വം കമ്മീഷണർ N വാസു എന്നിവർ തന്ത്രിക്കെതിരെ സർക്കാരിനെ അനുകൂലിച്ച് നിലപാടെടുത്തു. സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രിയെ കുടുക്കാനുള്ള നീക്കം 2019 ശ്രമങ്ങളുടെ തുടർച്ചയെന്ന് സംശയിച്ചാൽ തെറ്റു പറയാനാവില്ല. ജനം, പത്തനംതിട്ട.